ഇറാനെ ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിക്കും. നാളേക്കുള്ളിൽ നയതന്ത്ര കരാറിലെത്തിയില്ലെങ്കിൽ ഇറാന്റെ സർവ്വ മേഖലകളെയും തകർക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. അമേരിക്ക നടത്തുന്നത് ക്രൂരമായ അധിനിവേശ യുദ്ധമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചു. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നുണ്ട്. മധു, ദിവസങ്ങളായി നിൽക്കുന്ന ആ സംഘർഷം അത് ഇനി ഏത് നിലയിലേക്ക് പോകുമെന്ന ആശങ്കയ്ക്കിടെയാണ് നേതാക്കൾ തമ്മിലുള്ള അല്ലെങ്കിൽ ട്രംപിന്റെ വലിയ ഭീഷണി വരുന്നത്. അടുത്തൊരു കടുത്ത സൈനിക നീക്കത്തിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനയാണോ ഇത്? ഗുഡ് മോർണിംഗ് ഗോകുൽ, ക്രിസ്റ്റീന. ഏറെ നാളിന് ശേഷമാണ് വൈറ്റ് ഹൗസിന്റെ മീഡിയ ബ്രീഫിംഗ് റൂമിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയത്. സാധാരണ ഓവൽ ഓഫീസിൽ വെച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ പ്രകോപനപരമായിട്ടുള്ള സംസാരമായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അതായത് നാളേക്കുള്ളിൽ ഒരു നയതന്ത്ര കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാന്റെ സർവ്വ മേഖലകളും തകർക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അത് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായിട്ടും തകർക്കും. അതുപോലെ ഇറാന്റെ ഓരോ പാലങ്ങളും പവർ പ്ലാന്റുകളും സൈനിക കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിക്കപ്പെടുമെന്നാണ് ട്രംപ് പറയുന്നത്. വെറും 4 മണിക്കൂർ കൊണ്ട് ഇറാന്റെ എല്ലാ പാലങ്ങളും പവർ പ്ലാന്റുകളും ഒക്കെ തകർക്കാൻ തക്ക ശേഷിയുണ്ട്. ആ രീതിയിലുള്ള ഒരു സൈനിക പദ്ധതിയാണ് തയ്യാറാണെന്നാണ് ഈ ട്രംപ് ഈ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അത് മാത്രമല്ല, ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിലും മറ്റ് നയതന്ത്ര വിഷയങ്ങളിലും ചൊവ്വാഴ്ച രാത്രി 8 മണി വരെയാണ് ഇറാന് സമയം അനുവദിച്ചിരിക്കുന്നതെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുകയും ചെയ്തു. അതേസമയം ഈ അമേരിക്കൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ അനീതിയും അതുപോലെ ക്രൂരമായ ഒരു യുദ്ധമാണെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവായ ഇസ്മയിൽ ബഗായി ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഇത്തരം നടപടികൾക്ക് അവരെ തന്നെ റെസ്പോൺസിബിൾ ആക്കാനായിട്ട് അമേരിക്കൻ ജനത തയ്യാറാകണമെന്ന് അമേരിക്കൻ ജനതയോട് ഒരു ആഹ്വാനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നിലവിലെ സംഘർഷം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന്റെ മേൽ അടിച്ചേൽപ്പിച്ച ഒന്നാണെന്നാണ് ബഗായിയുടെ ആരോപണം. അതേസമയം ഇറാനെതിരെ വൻ സൈനിക നീക്കത്തിന് ഇസ്രയേൽ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പച്ചക്കൊടിക്കായിട്ട് കാത്തിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും സംഘവും. ഇറാനിലെ തന്ത്രപ്രധാനമായ ഊർജ്ജ കേന്ദ്രങ്ങൾ അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തകർക്കാനുള്ള ഒരു വലിയ പട്ടിക ഇസ്രയേൽ ഭരണകൂടം അംഗീകാരം നൽകിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതേസമയം ഈ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായിട്ട് ഇറാൻ സൈന്യവും വന്നിട്ടുണ്ട്. ആക്രമിച്ചാൽ ഒടുവിൽ അമേരിക്കയും ഇസ്രയേലും പശ്ചാത്തപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുമെന്ന് അവരുടെ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രമീനിയ ആണ് വ്യക്തമാക്കിയത്. അതുപോലെ സ്കൂളുകൾ, ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ അമേരിക്ക അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ ലംഘിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. അതേസമയം ഈ വരുന്ന ആഴ്ചകളിൽ കൂടുതൽ ആക്രമണം ശക്തമാക്കുവാൻ തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ സൈന്യം. വെടിനിർത്തൽ ചർച്ചകളിൽ ഒരു പുരോഗതിയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അടുത്ത ഒരു 3 ആഴ്ചത്തേക്കുള്ള പുതിയ യുദ്ധ പദ്ധതികൾക്ക് ഇസ്രായേൽ സൈനിക മേധാവി അംഗീകാരം നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളും ഈ സമയത്ത് ലഭിക്കുന്നുണ്ട്. കൃഷ്ണ, ഗോകുൽ.